എടാ നീ നോക്കിക്കോ, ഇപ്പൊ അവൾ എന്നെ തപ്പി വരും, ഉറപ്പായിട്ടും തപ്പി വരും. മനപ്പൂർവ്വം ടാർഗറ്റ് ചെയ്തേക്കോടെ തന്നെ, ഒരു കാര്യമില്ലാണ്ട്. ചേച്ചിക്ക് ആരുടെ അടുത്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ചേച്ചി പ്രതികാരം ചെയ്തിട്ട് അടങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? ചിലപ്പോ പാറൂസേ, ഒന്നിങ്ങ വന്നേ, എന്തുവാ? ഒരു കാര്യം ചോദിക്കണം. ബാ, ഒരു കാര്യം. എന്താ? സുഖല്ലേ? ചക്കര കുറച്ചേരി ഇവിടെ നിൽക്ക് കേട്ടാ. ചേട്ടാ എന്തു ഇത്? ഇതാണ് മക്കളെ ഭയം, പേടിപ്പെടുത്തുന്ന ഭയം. എന്തൊക്കെ കാണണം ചേട്ടാ? എന്തിനാ കല്യാണം കഴിക്കുന്നേ? കല്യാണം കഴിക്കുന്നേ ആ, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം വരുമ്പോഴോ എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോഴോ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരാൾ വേണ്ടേ? അതിനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാല് നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ ജീവിതം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. നന്നായിട്ട് ജീവിതം ഇഷ്ടം പോലെ വരുന്നുണ്ട്. ചേട്ടനെങ്ങാനും മെർലി ജീച്ച കല്യാണം കഴിച്ചുള്ള അവസ്ഥ. മകൾ കണ്ണട പാതറ മിണ്ടിപ്പോയി. ഞാൻ പൊള്ളളിയാ വന്നിട്ടില്ല. എന്റെ അളിയനവിടെ അകത്തില്ലല്ലോ. അകത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡോർ തുറന്നിട്ടേക്കുന്ന ഡോറിനകത്ത് കയറി ഇരിക്കോ? റൂമിനകത്ത് കയറി ഇരിക്കോ? അടച്ചിട്ടേക്കുന്ന ഡോറിനകത്ത്. വിളിക്ക്. ഞാനും പിന്നെ ഞാനാ വിളിക്കണ. അളിയാ കണ്ട ലച്ചാച്ചി വിളിക്കണ. അപ്പനെ അതിന്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ, ശരിയാക്കി കൊടുക്കാം. റൂമിനകത്ത് കയറി വാതിലടച്ചു. അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. സിദ്ധുവിടെ റൂമിനകത്ത് കയറി വാതിലടച്ച്. സേഫ് തുറ. ശരിയാക്കി തരാട്ടോ.